ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് തോട്ട് നമുക്ക് നോക്കാം. മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ. മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ. മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ. മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. Please guide me, Mother Universe. Please guide me. Please guide me, Mother Universe. Please guide me. Please guide me, Mother Universe. Please guide me. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. Please guide me, Mother Universe. Please guide me. 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 എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. 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 എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. 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 എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് bottom of jug, king of cup. Five of sword. Five of sword. The tower. Eight of cup. Five of cup. The moon. The moon. The Fool card. Seven of Wands. Okay. ഹായ് ഹലോ, ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. ഷഫിൾ ചെയ്ത് കിട്ടിയിരിക്കുന്ന കാർഡ് ഫൈവ് ഓഫ് സോഡ്, ദ ടവർ, എയ്റ്റ് ഓഫ് കപ്പ്, ദ മൂൺ, ഫൈവ് ഓഫ് കപ്പ്, ദ ഫൂൾ, സെവൻ ഓഫ് വാൺ. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പ്. വന്നിരിക്കുന്ന നമ്പർ 5, 16, 8, 5, 7, 18. ന്യൂമറോളജി നമ്പറായിട്ട് വന്നിരിക്കുന്നത് 5, 7, 8, 9. കളേഴ്സ് യെല്ലോ, വൈറ്റ്, ഓറഞ്ച്, റെഡ്, ബ്രൗൺ. എലിമെൻ്റ് വന്നിരിക്കുന്നത് എയർ, ഫയർ, വാട്ടർ, ഏരിസ്, ലിയോ, സ്കോർപിയോ, അക്വേറിയസ്, പൈസിസ്. മേടം, കുംഭം, മകരം കുംഭം, മീനം, വൃശ്ചികം. ഫസ്റ്റ് കാർഡ് ഫൈവ് ഓഫ് സോഡ്, ഒരു തേർഡ് പാർട്ടി കാർഡ് കൂടിയാണിത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിലാണ്
സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും വേർതിരിച്ചുകൊണ്ട് ആ ചിത്രം സൂം ചെയ്ത് നോക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണെയും വേർതിരിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തി, ഒരു ഡേഞ്ചർ പേഴ്സൺ, റെഡ് കളറിലുള്ള ഡ്രസ്സൊക്കെയാണ് അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന റെഡ് കളറാണ്. അപ്പം വെള്ളയാണ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വ്യക്തമായ ഒരു പ്യുവർ സോളാണ്. പക്ഷേ ഇതൊരു റെഡ് കളറാണ് ടച്ച് ചെയ്തിരിക്കുന്ന അവരുടെ ബോഡിയിൽ. അപ്പോൾ അവരൊരു ഡേഞ്ചറായ വ്യക്തി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങളെ പിരിച്ചു മാറ്റി. നിങ്ങൾ ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലും വിഷമിച്ചൊക്കെ നിൽപ്പുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ അടുത്തേക്ക് വരാനുള്ള മാനസിക ബലം, മാനസിക ശക്തി, ആ വാള് എല്ലാം താഴെ കിടക്കുകയാണ്. ഒരു മാനസിക ബലമാണ് നമുക്കുള്ള ആ വാളെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം തകർത്ത് ആ മാനസിക ബലവും കാര്യങ്ങളെല്ലാം ഈ ഡേഞ്ചറായിട്ടുള്ള തേർഡ് പാർട്ടി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണെ നോക്കി ചിരിക്കുകയാണ്. ആ ഒരു ഡേഞ്ചർ മാൻ അല്ലെങ്കിൽ വുമൺ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങോട്ട് എടുക്കാം. നിങ്ങളുടെ തേർഡ് പാർട്ടി ധരിച്ചിരിക്കുന്നതായ ഷൂസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈഗോ പേഴ്സണാണ്, ഒരു നെഗറ്റീവ് പേഴ്സണാണെന്ന് അത് പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു ചെപ്പൽ നിന്ന് അവരുടെ നടത്ത പോലും നെഗറ്റീവിലൂടെയാണെന്ന് വ്യക്തമാക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ട്. ഇതാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനായിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഏതിലോട്ടാണോ പോയത്, കൊടുത്ത കയ്യിൽ തന്നെ കൊത്തി എന്നുള്ള രീതിയിൽ ആ തേർഡ് പാർട്ടിക്ക് വേണ്ട കാര്യങ്ങളും സമയങ്ങളും കെയറും എല്ലാം കൊടുത്ത് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പാമ്പായിരുന്നു എന്നും പിന്നെ ആ പാമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ കൊത്തി ആകെ വിഷമാക്കി മാറ്റി നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികമായിട്ടുള്ള എല്ലാ ബലവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. മാനസിക ബലം നഷ്ടപ്പെട്ടതിൻ്റെയാണ് തൽവാർ താഴെ കിടക്കുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടവറാണ്. ഇപ്പം ആ ഒരു അവസ്ഥയുണ്ട്. ഈ തേർഡ് പാർട്ടിയുമായിട്ട് നിൽക്കുന്ന ആ അവസ്ഥ, തേർഡ് പാർട്ടി വളരെ സന്തോഷത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പിരിച്ചതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ അവർ നിൽക്കുന്നുണ്ട്. ആ ഡേഞ്ചർ പേഴ്സണെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ധരിച്ചിരിക്കുന്നത് ഒരു മുഖംമൂടി ആണ് ധരിച്ചിരിക്കുന്നത്. അവരുടെ സ്വഭാവമേ അല്ല, പക്ഷേ അവർ പ്രകടമാക്കുന്നത് അവർ നല്ല ഒരു ഗ്രീൻ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നല്ല സ്വഭാവമാണ്. എൻ്റെ ജീവിതത്തിലെല്ലാം ഗ്രോത്താണ് ഉണ്ടാകുന്നത്. ഞാൻ പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പേഴ്സണെ തെറ്റിദ്ധരിപ്പിച്ചാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹവും കെയറും കാര്യങ്ങളും എല്ലാം എടുത്ത് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെ അകറ്റിക്കൊണ്ടുപോയ ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഒരു സഡൻ ചേഞ്ച് വരാൻ പോകുന്നത്. യൂണിവേഴ്സിൽ നിന്നുള്ള മിന്നലാണ് വന്ന് പതിച്ചിരിക്കുന്നത്. യെല്ലോ കളറാകുമ്പോൾ അവരുടെ പ്ലാനിങ്, അവരുടെ ക്രിയേറ്റ് ചെയ്ത അവരുടെ ആ ചിന്ത, അവരെന്തൊക്കെയാണോ ക്രിയേറ്റ് ചെയ്തത്, നിങ്ങളുടെ പേഴ്സണെ തങ്ങളിൽ സെപ്പറേറ്റ് ആക്കിയതിൻ്റെ ക്രിയേഷൻ, അവരൊന്നായിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണും ഒക്കെ ആയിട്ട് ഒന്നായിരിക്കുന്ന ആ ഒരു ലൈഫിലോട്ടാണ് മിന്നൽ പതിച്ചിരിക്കുന്നത്. അത് യൂണിവേഴ്സിൻ്റെ മിന്നലാണ് വന്നിരിക്കുന്നത്. അതിൽ ആ പിക്ചറിൽ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാം, പ്രണയ ജോഡികളാണ് താഴോട്ട് വീഴുന്നത്. ഒരാളുടെ ദേഹത്ത് നല്ല റെഡ് കളർ ഷാള്, ലവിൻ്റെ ചിഹ്നമാണത്. ഒരാളുടെ ചെരുപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെള്ള നിറത്തിലുള്ള ചെരുപ്പ്, അത് നിങ്ങളുടെ പേഴ്സണാണ് വെള്ള നിറത്തിലുള്ള ചെരുപ്പ്. മറ്റേ തേർഡ് പാർട്ടിയുടെ ചെരുപ്പെന്ന് പറയുമ്പോഴത്തേക്ക് റെഡാണ്. എന്ന് ഡേഞ്ചറായിട്ടുള്ള അവരുടെ നിലനിൽപ്പ് പോലും ഡേഞ്ചറിൽ കൂടെയാണ് അവർ നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചിപ്പിക്കുന്നതാണ് ആ തേർഡ് പാർട്ടിയുടെ കാലിൽ കിടക്കുന്ന റെഡ് കളറ് ഷൂസ്. എന്നാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ പേഴ്സൺ താഴോട്ട് പതിക്കുമ്പോൾ ആ ഒരു ചെറിയ ഗോൾഡൻ പോലത്തെ ഒരു സപ്പോർട്ട് കൂടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. എന്നാൽ തേർഡ് പാർട്ടി വീഴുമ്പോഴത്തേക്ക് അതെല്ലാം ആ തേർഡ് പാർട്ടിയിൽ നിന്ന് ദൂരെയാണ്. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങും കാര്യങ്ങളും എല്ലാം, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ദൂരെയാണ്. ആ തേർഡ് പാർട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ആ ചെറിയ ഗോൾഡൻ പോലത്തെ ഡോട്ടുകളാണ് അതിനെ സൂചിപ്പിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അവരുടെ വീട്ടിൻ്റെ രാജാവാക്കിയും ഒക്കെ കിരീടം കൊടുത്തൊക്കെ അവർ നിർത്തിയിരുന്നെങ്കിൽ ആ കിരീടമാണ് യൂണിവേഴ്സ് തള്ളി താഴെ ഇട്ടിരിക്കുന്നത്. ആ ഒരു പിക്ചർ തന്നെ നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാവുന്നതാണ്. ബ്ലാക്ക് കളർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്
അവരുടെ പ്രവൃത്തിയും കാര്യങ്ങളെല്ലാം ബ്ലാക്കാണ്. ബ്ലാക്ക് എനർജിയിലൂടെയാണ് അവർ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒരു മിന്നൽ വന്നിരിക്കുന്നത്, ഒരു ടവർ വന്നിരിക്കുന്നത്. ഒരു ടവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങും കൂടിയാണ്. ആ തേർഡ് പാർട്ടിയെ തള്ളി താഴെ ഇട്ടിട്ട് നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുകയാണ് യൂണിവേഴ്സ് മദറിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മാറ്റി നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്ത് ആ ഗോൾഡൻ ഡോട്ട് എല്ലാം കൂടി നിങ്ങളുടെ പേഴ്സണെ പൊതിഞ്ഞാണ് താഴോട്ട് കൊണ്ടെത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ. അടുത്തതായി മൂൺ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മടക്ക യാത്രയാണ്. എവിടെയാണോ അവിടെ നിന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്തേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന അവർക്ക് ഓഫർ ചെയ്തിരുന്ന തേർഡ് പാർട്ടി അവർക്ക് ഓഫർ ചെയ്തിരുന്ന എല്ലാ കപ്പുകളും അവിടെ ഉപേക്ഷിച്ച് എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒന്നും വേണ്ട, നിങ്ങളോടുള്ള പ്രണയം മാത്രം മതി എന്നുള്ളതിൽ ആ റെഡ് കോട്ടും എടുത്ത് ധരിച്ച് ആ റെഡ് ചെരുപ്പും എടുത്തിട്ട് നിങ്ങളടുത്തോട്ട് വരിക. ചെരുപ്പ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ആ ഒരു പ്രണയത്തിലേക്കാണ് അവർ നടന്നു വരുന്നത്. ആ നടന്നു പോകുന്ന ദിശ നോക്കിയാൽ മനസ്സിലാവും, ഉറച്ച ഒരു മലയിലോട്ടാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രണയത്തിലേക്കാണ് അവർ നടന്നു വരുന്നത്. അവിടെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും, സൂര്യനെ മറഞ്ഞിരുന്ന ചന്ദ്രൻ, വളരെ വിഷമിച്ചിരുന്ന ചന്ദ്രൻ മാറി പോകുകയാണ്. പിറകിലാണ് സൂര്യനുള്ളത്. സൂര്യൻ്റെ രശ്മിനെയൊക്കെ മറച്ചു വെച്ചിരുന്ന ചന്ദ്രൻ പതുക്കം മാഞ്ഞു വരികയാണ്. കാരണം അവർ ആ ഒരു കാര്യത്തിൽ നിന്നും വിട്ടുവരികയാണ്. അവരുടെ ആ ഇമോഷണൽ സൈഡിൽ നിന്ന് കുറേശ്ശെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, കുറേശ്ശെ ആ ഗ്രഹണം മാറി വരികയാണ്. കയ്യിലിരിക്കുന്ന ആ സ്റ്റിക്ക് എന്ന് പറയുന്നത് നിങ്ങളാണ്, വിശ്വാസമാണ്. നമുക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ക്ഷീണിതനും മാനസികമായിട്ടാണെങ്കിലും ഡിപ്രഷനിലാണ്, ശാരീരികമായിട്ടാണെങ്കിലും പ്രശ്നത്തിലാണ്. ആകെ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു സപ്പോർട്ടാണ് ഒരു സ്റ്റിക്ക്. അപ്പം സ്റ്റിക്ക് സപ്പോർട്ടിനെയും വിശ്വാസത്തെ ആ സ്റ്റിക്കിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നടക്കാൻ കഴിയില്ലാത്ത ഒരാൾ ഒരു സ്റ്റിക്ക് എടുക്കുന്നത് ആ സ്റ്റിക്കിനെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ വിശ്വാസം നിങ്ങളോടുള്ള വിശ്വാസമാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്, നിങ്ങളവരെ നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി നിൽക്കും എന്നുള്ള അവർ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ കറണ്ട് സിറ്റുവേഷനാണ്. അങ്ങനെ ആലോചിക്കുകയാണ്. ഇതിപ്പം അതിലോട്ട് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ആ കപ്പ് കഴിഞ്ഞിട്ട് വെള്ളമായിരുന്നോ, ആ വെള്ളം ഇമോഷണലായിരുന്നോ, ഇമോഷനിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കരയിലോട്ട് അടുത്തിട്ടുണ്ട്. ഏത് വിധത്തിലുള്ള ഇമോഷൻ മാനസികമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി പിടിച്ചു വെച്ചിരുന്നോ, ആ മാനസികമായിട്ടുള്ള എല്ലാ ഇമോഷനിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ കര കയറിയിരിക്കുകയാണ്. ഇപ്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. അടുത്തതായിട്ട് ഉള്ള കാർഡ് 5 ഓഫ് കപ്പാണ്. ആ 5 ഓഫ് കപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിരാശനായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ടിലുള്ള കപ്പ് മറിഞ്ഞു കിടക്കുന്നു. ആ മറിഞ്ഞു കിടക്കുന്നതിൽ സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവരുടെ പ്രണയമാണ് മറിഞ്ഞു കിടക്കുന്നത്. റെഡ് കളർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർക്കൊരു ഗിൽറ്റ് ഫീൽ തോന്നുന്നു. എന്തായിരുന്നാലും ഭയങ്കര കുറ്റബോധത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. ഏറ്റവും പ്രഷ്യസ് ആയിരുന്ന പ്രണയത്തെ അവർ നശിപ്പിച്ച് കളഞ്ഞു, അവർ തട്ടിമറിച്ചിട്ടു. ഗിൽറ്റ് ഫീലാണ് നിങ്ങളാകുന്ന അത് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വെള്ളത്തിനപ്പുറത്താണ് നിങ്ങളെന്നുള്ള വ്യക്തി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഗിൽറ്റ് കൊണ്ട് അവർക്ക് കുറ്റബോധം കൊണ്ട് അവർ തല താഴ്ത്തുകയാണ്, നിങ്ങളുടെ മുമ്പിൽ തല താഴ്ത്തുകയാണ്. അത് ആ ഹെഡ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു കറുപ്പിൽ വെള്ളയായിട്ട് വരികയാണ്. അവർക്ക് അവരുടെ കുറ്റബോധങ്ങൾ, അവരിലേക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഇറങ്ങുകയാണ്. ഒരു പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഇറങ്ങുകയാണ്. വെള്ളയെന്ന് പറയുമ്പോഴത്തേക്ക് പ്യുവർ സോളാണ്. ഒരു പ്യുവർ സോളിൻ്റെ സ്പർശനം നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്.
പക്ഷെ നിങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് ഇമോഷൻ, കുറ്റബോധം. ആ ഇടയ്ക്കുള്ള ആ ഒരു വെള്ളമാണ്, ഇമോഷനാണ് നിങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നത്, എന്തെല്ലാം കാണിച്ച് ഏറ്റവും നല്ല സ്നേഹത്തെയും സൗകര്യത്തെയും എല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇനി അവിടെ ചെല്ലാൻ ഞാൻ എങ്ങനെ ചെല്ലും എന്നുള്ള കാര്യത്തിൽ ഗിൽറ്റ് ഫീലിങ്ങിൽ അവർ മടിച്ചു നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾ അവരുടെ പിറക്കെ തന്നെ 2 കപ്പുകളുണ്ട്, അത് നിങ്ങളാണ്. ഇപ്പോഴും നിങ്ങൾ അവരെയും കാത്ത് സ്നേഹത്തോടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം അവരറിയുന്നില്ല. അവർ നോക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ മാനസികമായി നശിപ്പിച്ച് വന്നിട്ടുള്ള ആ അവസ്ഥയെ ഓർത്തിട്ടാണ് അവർ ഗിൽറ്റായിട്ട് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളിപ്പോഴും ഇതേ കണക്ക് ടാറോ റീഡറെ നോക്കി രാവും പകലും എല്ലാം നിങ്ങളിതിൽ തന്നെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവരറിയുന്നില്ല, അവരുടെ പുറകിലാണ്. പിന്നെ യൂണിവേഴ്സ് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വലായിട്ടുള്ളതാണ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് എത്താം എന്ന് യൂണിവേഴ്സ് അവരുടെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങേറ്റത്ത് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം, ഒരു ബ്രിഡ്ജ്, ഒരു പാലം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പാലം യൂണിവേഴ്സിൻ്റെ പാലമാണ്. നിങ്ങൾ സ്പിരിച്വലായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള വഴി തെളിഞ്ഞു വരും. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ കറുത്ത ഡ്രസ്സാണെങ്കിൽ ആ ഡ്രസ്സിൽ കൂടി ചെറിയ വെള്ള വരകൾ വരുന്നുണ്ട്. അവരിൽ നിന്ന് ആ കറുത്ത അഴുക്കുകളെല്ലാം, ഒരു ഡാർക്ക് എനർജി എല്ലാം വിട്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. യെല്ലോ കളർ എന്ന് പറയുമ്പോൾ അവർ നിൽക്കുന്നത് ഒരു പോസിറ്റീവ് ചിന്തയിലാണ്, ഒരു പോസിറ്റീവ് എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിച്ച് അവർ നിൽക്കുകയാണ്. അടുത്തതായിട്ട് മൂൺ കാർഡാണ്. നിങ്ങൾക്ക് ആ മൂൺ കാർഡ് സൂം ചെയ്ത് നോക്കാം. സൂര്യനാണ്. സൂര്യൻ്റെ അകത്തൂടി ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹണം സംഭവിച്ചിരിക്കുന്നു. ആ ഗ്രഹണത്തിലാണ് തെളിഞ്ഞു വരുന്നുണ്ട്. ആ ഒരു ഇമോഷനെ കാണിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണുള്ള ആ ഒരു ഇമോഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഇമോഷനിൽ നിന്ന് സൂര്യൻ പുറത്ത് വരുന്നെന്നുള്ള രീതിയാണ് കാണിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ന്യൂ ബിഗിനിങ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ലൈഫിലാണെങ്കിലും ഒരു ഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം മറന്നീക്കി പുറത്ത് വരുന്നത് പോലെ സൂര്യൻ മറന്നീക്കി എത്ര ഇരുട്ടി ഒളിപ്പിച്ച് വെച്ചിരുന്നാലും ശരി തന്നെ, നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിയിലാക്കി വെച്ചിരുന്നാലും ശരി തന്നെ, അത് ഒരു കാലത്ത് സത്യമാണെങ്കിൽ അത് ഒരു കാലത്ത് പുറത്ത് തന്നെ വരും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി ഒരു പാർട്ട്ണറെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്ണർ ഇനിയിപ്പം നിങ്ങൾ മിണ്ടിയില്ല, അടികൂടക്കമാണ്, കേസും വഴക്കുമാണ്, നിങ്ങൾ ഒരു ബെഡിൽ തന്നെ തിരിഞ്ഞു മറിഞ്ഞുമാണ് കിടക്കുന്നതെങ്കിൽ കൂടിയും അത് യൂണിവേഴ്സ് തന്ന വ്യക്തി അത് നിങ്ങൾക്കുള്ള വ്യക്തി തന്നെയാണ്. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പിരിച്ചു മാറ്റാൻ അസാധ്യമാണ്. കാരണം അത് യൂണിവേഴ്സ് ചേർത്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. യൂണിവേഴ്സ് അറിയാതെ നമ്മളിലേക്ക് ഒരു വ്യക്തികളും വരത്തില്ല. ഇപ്പം ഹസ്ബൻഡ് വൈഫൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്ന വ്യക്തി യൂണിവേഴ്സ് അറിയാതെ നമ്മുടെ ലൈഫിലേക്ക് വന്നതല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ പോലും, നമുക്ക് ആ പാർട്ട്ണറെ ഇഷ്ടമല്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ കൂടിയും ഒരിക്കലും അത് പിരിയത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇമോഷണലി നമ്മൾ ബ്രേക്കായിട്ടൊക്കെ നിൽക്കാം എന്നല്ലാതെ ഒരിക്കലും വിട്ടുപോകാത്തതിൻ്റെ കാരണം യൂണിവേഴ്സിൻ്റെ ടൈം ആകാതെ ഒരിക്കലും അവരിൽ നിന്ന് നമുക്ക് ഒരു റിലീസ് കിട്ടത്തില്ല. അതേ കണക്ക് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, അവരിൽ നിന്ന് എല്ലാ കെയറുണ്ട്, നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ട്, ഇതുപോലെ സ്നേഹം തരുന്നൊരു വ്യക്തിയില്ല, നമ്മളെ കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് അത് നമ്മളിലേക്ക് വരേണ്ട പേഴ്സൺ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയൊക്കെ കാത്തിരുന്നാലും ശരി തന്നെ ആ പേഴ്സൺ നമ്മളിലേക്ക് എത്തത്തില്ല. അപ്പം നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് വരുന്നില്ല, ഇത്രയും ഇതുള്ള എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചിന്തിക്കും. അത് യൂണിവേഴ്സിൻ്റെ നിയമമാണ്. ആ നിയമത്തിൽ ഒന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് ഒരർഹതയില്ല, നമ്മൾ ആകത്തുമില്ല. അപ്പോൾ യൂണിവേഴ്സിൽ തന്നെ താഴ്ന്നിരുന്ന് നമ്മൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പ്രാർത്ഥനയോടെ ചെയ്യുക. നമ്മൾ എന്താണെന്നും നമ്മുടെ കർമ്മ എന്താണെന്നും ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഏത് രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോവേണ്ടത് എന്ന് നമ്മൾ ഇരുന്ന് യൂണിവേഴ്സിനോട് ചോദിച്ച് അത് ഗൈഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കണം. ആ പിക്ചറിൽ തന്നെ കാണാം 2 തൂണുകൾ. അത് ബാലൻസിനെയാണ് പറയുന്നത്. അതിൻ്റെ അടിത്തറ തന്നെ ഇളകിയിരിക്കുകയാണ്. നിങ്ങൾക്കതിൽ നോക്കിയാൽ 2 ഡോഗ്സിനെ കാണാൻ പറ്റും. ഒരു കുറുക്കനെ ഒരു ഡോഗ്സിനെയും കാണാൻ പറ്റും. അവരവരുടെ ഇമോഷണൽ, അവരുടെ വിഷമങ്ങൾ,
എല്ലാം ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിലായിട്ട് മൂന്നാമതൊരാൾ കടന്നു വരുന്നുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന കണ്ടില്ലേ? അപ്പോൾ മൂന്നാമതൊരു തേള് കയറി വരികയാണ്. ഇപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഇടയിലോട്ട് മറ്റ് മൂന്നാമതൊരാൾ വരികയാണ്. അത് യൂണിവേഴ്സ് തന്നെയാണ് വരുന്നത്. ആ യൂണിവേഴ്സ് വന്ന് നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയെയും രണ്ട് ദിശയിലേക്ക് മാറ്റുകയാണ്. ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മാനസിക നില എന്നുവെച്ചാൽ മെൻ്റൽ സിറ്റുവേഷൻ അത്ര ശരിയായ രീതിയിലല്ല പോകുന്നത്. അടുത്ത കാർഡ് ഫൂൾ കാർഡാണ്. അതിൻ്റെ നമ്പർ 0 0 എന്ന് പറയുമ്പോൾ സണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂ ബിഗിനിങ്, സ്റ്റാർട്ടിങ് ആണത്. ആ ചിത്രത്തിൽ തന്നെ കാണാം ഒരു സണ്ണുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആ 0 നമ്മൾ ലെഫ്റ്റ് ഏതെങ്കിലും ഒരു സംഖ്യയോടൊപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടിയോടൊപ്പം ആ സംഖ്യയോടൊപ്പം നിങ്ങളുടെ പേഴ്സണും കൂടി ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ വർദ്ധിക്കുകയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ 10നോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ 1 പറയുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി ആണെങ്കിൽ 0 നിങ്ങളുടെ പേഴ്സണാണ്. അപ്പോൾ 10 കഴിഞ്ഞു. പക്ഷേ ഇവിടെ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡാണ് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണ് യാതൊരു വാല്യൂയും കൊടുക്കാതെ, യാതൊരു വിലയും കൊടുക്കാതെ നിങ്ങളുടെ തേർഡ് പാർട്ടിക്കാണ് മുൻ സ്ഥാനം തേർഡ് പാർട്ടി കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ പേഴ്സണെ വെറും 0 ആയിട്ട് മാത്രമാണ് തേർഡ് പാർട്ടി കണ്ടിരുന്നത്. നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാം, അവിടെ ഒരു സൂര്യനെ കാണാം. ആ സൂര്യൻ ഒരു ബ്ലാക്ക് ഇതിൽ രശ്മിയിൽ വെള്ളയാണ് കാണുന്നത്. വെള്ള സൂര്യനാകുമ്പോഴത്തേക്ക് എന്തോ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് യൂണിവേഴ്സ് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ, ഫൂളെന്ന് പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിലും എടുക്കാം. നല്ല രീതിയിലും എടുക്കാൻ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാർഡ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എടുക്കാൻ നല്ല വിവേകത്തോടെ, ഫൂളായിട്ട് ചിന്തിക്കാതെ നല്ല വിവേകത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അവരുടെ പോക്ക് ശരിയല്ല എന്നും അവരുടെ നടത്ത കുഴിയിലേക്കാണെന്നും അവർക്ക് വേണ്ടപ്പെട്ടവർ അവരെ വിശ്വസ്തരായിട്ടുള്ളത് ആ വെള്ള കളറിലെ ഡോഗിനെ നമ്മൾ ഏറ്റവും നന്ദിയുള്ള വർഗ്ഗമാണ് ഡോഗ്. അപ്പോൾ വെള്ള നിറത്തിലുള്ള ഡോഗ് ആകുമ്പോഴത്തേക്ക് ഏറ്റവും പ്യുവറായിട്ടുള്ള ആത്മാവ് ചിലപ്പോൾ അവരുടെ കൂടെ ഉള്ളതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ആയിരിക്കും. യൂണിവേഴ്സിൽ തന്നെ പല ആൾക്കാരും ഗൈഡൻസ് ഉള്ളവർ, ഇങ്ങനെ ഗൈഡൻസ് ഉള്ളവർ കാണത്തില്ല. ചില ആൾക്കാർ എന്തെങ്കിലും പറയാൻ തന്നെ ദൈവികമായിട്ടുള്ള പറച്ചിലായിരിക്കും. അവർക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നല്ല രീതിയിലുണ്ട്. ചിലപ്പോൾ അവർ അറിയുന്നത് പോലും ഇല്ലായിരിക്കും. അവർക്ക് ഇഷ്ടംപോലെ ബ്ലെസ്സിങ് കാണും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോകരുത്, നിങ്ങൾ തേർഡ് പാർട്ടിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ശരിയായ കാര്യമല്ല. ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും പറയുന്നത്, നീ ഈ വഴി പോകരുത്, നിന്നെക്കകത്ത് ഒരാളിരിപ്പുണ്ട് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ പല വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അതൊന്നും കേൾക്കാൻ തയ്യാറല്ലാതെ ദൈവത്തിലേക്ക് മുഖം ഉയർത്തി നിൽക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും യൂണിവേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ലഭിക്കുമോ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. കാരണം ഇനി പേഴ്സണെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കുഴിയിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ഇനിയുള്ള ഇതെല്ലാം ദൈവത്തിലേക്ക് അർപ്പിച്ച് സറണ്ടർ ആവുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഒരു യാത്ര ആഗ്രഹിക്കുന്നു, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. നിൽക്കുന്ന സ്ഥലത്തു നിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കളഞ്ഞാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് അവർക്ക് ഈ സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു മാറ്റം, ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് യെല്ലോ കളറിൽ ഷൂസ് വന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം 7 ഓഫ് വാണ്ട്. ലൈഫിൽ വന്നു ചേരുന്ന ചലഞ്ചുകളാണ്, പലതരത്തിലുള്ള ചലഞ്ചുകളാണ് ആ സ്റ്റിക്കുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പല ചലഞ്ചുകളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളാണ്, വലുതും ചെറുതുമായ സ്റ്റിക്കുകളാണ് നമ്മളവിടെ കാണുന്നത്. ഏറ്റവും വലിയ കാര്യങ്ങളും ചെറുതുമായിട്ടുള്ള പല കാര്യങ്ങളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം പിടിച്ചിരിക്കുന്നത്. സ്വയം രക്ഷിക്കാൻ വേണ്ടി അവർ പെടുകയാണ്. എങ്കിലും അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, അവർ വിശ്വസിക്കുന്നുണ്ട്, അവർ പിടിച്ചിരിക്കുന്ന കാര്യത്തിൽ, അവർ വിശ്വസിച്ചിരിക്കുന്ന കാര്യത്തിൽ. കാരണം കോൺഫിഡൻസും കൂടിയാണ്, വിശ്വാസവും കൂടിയാണ് ആ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത്. അവരുടെ ആ കോൺഫിഡൻസ് മൊത്തം അവരെടുക്കുന്നുണ്ട്. അവർ
അവരിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ പുറത്ത് വരുമെന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണെങ്കിലും ചെറുതും വലുതുമായ ഏത് പ്രശ്നത്തിൽ നിന്നും അവർ കോൺഫിഡൻസോടെ പുറത്ത് വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. തേർഡ് പാർട്ടിയുമായിട്ടാണെങ്കിലും ശരി തന്നെ, മറ്റെന്ത് പ്രശ്നങ്ങളാണെങ്കിലും ശരി തന്നെ, അവരുടെ കാലിലെ ചെരുപ്പ് നോക്കിയാൽ അറിയാം അതൊരു ഒരുപാട് നടന്നും എടുത്തും പൊട്ടിപ്പോയിരിക്കുന്നതായിട്ടുള്ളൊരു ചെരുപ്പാണ്. തൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ നടന്ന് ഇതായിട്ടുള്ളതാണ്. ഇപ്പോഴുള്ള ആരോഗ്യസ്ഥിതിക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ നല്ല രീതിയിൽ പോരാടുകയാണ്. സ്വയം പോരാടുകയും മാനസികമായിട്ടാണെങ്കിലും അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ എനർജിയുടെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ്റെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പാണ്. ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുകയാണ്, അവരുടെ ഇൻറ്റ്യൂഷൻ പവറിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, അവർ ആലോചിക്കുകയാണ്. അവർക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചിട്ട് അവരുടെ ലൈഫിൽ വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ആലോചിക്കുന്ന സമയമാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇനി നിങ്ങളുടെ മെസ്സേജാണ്, രണ്ടുപേരുടെയും മെസ്സേജ് ആവാം, നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെയും മെസ്സേജ് ആവാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം നിങ്ങളുടെ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യവുമാകാം. ഒരു മെസ്സേജാണ്, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ അവരാണത് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കാൻ നിങ്ങളുടെ പേഴ്സണ് കഴിഞ്ഞിട്ടില്ല എന്നായിരിക്കും. എന്ത് തന്നെ ആയിരുന്നാലും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. നിന്നെ എന്നിൽ എത്തിച്ചത് ദൈവമാണെങ്കിൽ, ഇനി ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാൽ തന്നെയും നിങ്ങൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങളെ ദൈവമാണ് അവർക്ക് കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പേഴ്സണെ ദൈവമാണ് നിങ്ങളിലോട്ട് എത്തിച്ചത് എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം യൂണിവേഴ്സ് നിങ്ങളെ ഒത്താക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും പിരിയാൻ കഴിയില്ല. വേറെ ഏത് തേർഡ് പാർട്ടി വന്നാലും ശരി തന്നെ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. നിങ്ങളെ രണ്ടുപേരെയും പിരിച്ചു മാറ്റാൻ നടക്കില്ല. യൂണിവേഴ്സ് ഒന്നാക്കിയതിന്, ദൈവം ഒന്നാക്കിയതിന് മനുഷ്യന് വേർപെടുത്താൻ സാധിക്കില്ല. അടുത്തതായിട്ട് വന്നിരിക്കുന്നത്, നീ ഇല്ലാത്ത ജന്മം എനിക്ക് ഒരു അർത്ഥമില്ലാത്ത, നല്ല ശൂന്യമായ ഒരു ലോകം പോലെയാണ് എന്നവർ പറയുന്നുണ്ട്. നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അത് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ മെസ്സേജും എനർജിയും ഇതിലോട്ട് വരാം. അടുത്തതായി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിയും നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ നിരപരാധിത്വം ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന ആൾക്കാരെ വിശ്വസിക്കരുത്, ഇന്ന തേർഡ് പാർട്ടിയെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ പേഴ്സണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആ വഴിയെ പോകരുത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു മെസ്സേജ് കൂടി കാണുന്നു. പിന്നെ അടുത്ത മെസ്സേജായിട്ട് വന്നിരിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഇപ്പോൾ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മറന്ന് എല്ലാം അവസാനിപ്പിച്ച് നമുക്ക് ഒന്നേന്നും പറഞ്ഞു തുടങ്ങി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ ടാരോ റീഡ് രാവിലെ കണ്ണ് തുറന്ന ഉടനെ നോക്കുകയും ഇരുട്ടി കഴിഞ്ഞാലും അത് ഓഫാവാത്തതും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ നിൽക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പല ആൾക്കാരും എന്നോട് മത്സരിക്കുന്നുണ്ട്. ഞാൻ ഒന്നുമല്ല, ഒരു ടാരോ റീഡും യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന വലിയ സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നിങ്ങൾക്ക് കുടഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും എൻ്റെ കഴിവോ ഒന്നുമല്ല. എനിക്ക് യൂണിവേഴ്സിൻ്റെ ഒരു വേലക്കാരി, ഒരു ജോലിക്കാരി മാത്രമാണ് ഞാൻ. ഇതിനുള്ള എല്ലാ ക്രെഡിറ്റും എൻ്റെ യൂണിവേഴ്സ് മദറിനുള്ളതാണ്. എന്നിൽ നിന്ന് യാതൊന്നും വരുന്നില്ല. ഞാനിങ്ങനെ ഈ കാർഡ് എനിക്ക് ഷഫിൾ ചെയ്ത് കിട്ടുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന വോയിസ് മൊത്തം, ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്നത് മൊത്തവും യൂണിവേഴ്സ് തരുന്നതാണ്. അല്ലാതെ ഈ വോയിസ് തന്നെ ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്കൊപ്പം തന്നെയാണ്. ഞാനിതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇരുന്ന് കാണുന്നത് പോലും. എൻ്റെ ഭാഗത്ത് കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ട്. എനിക്ക് മറ്റ് ടാരോ റീഡറെ പോലെ
അത്രയും സ്ഫുടമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെതായ നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സംസാരിക്കാനോ ഒന്നും ആയിട്ടില്ല. ഞാനൊരു ഹരിശ്രീ പഠിക്കുന്ന കുട്ടിയായിട്ടേ ഉള്ളൂ. അപ്പം വലിയ വലിയ ടാരോ റീഡർ വന്നിട്ട് എൻ്റെ സംസാരം ശരിയല്ല, അല്ലെങ്കിൽ വ്യക്തതയില്ല, നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കതിൽ വിഷമമില്ല. കാരണം ഞാൻ ഹരിശ്രീ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാനൊരു നാൾ ഗ്രാജുവേറ്റ് എടുക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എത്തും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ എല്ലാം ഈ ഒരു കാര്യവും എനിക്ക് നല്ലതാണ്. കാരണം ഒരു ടെസ്റ്റും കാര്യങ്ങളും വരുന്നതാണ്. നമുക്കിപ്പം ചുമ്മാ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ ഏത് ലെവലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ജീവിതത്തിലൊരു പരീക്ഷ വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ മാർക്ക് എത്രത്തോളമാണ്, നമ്മൾ 0 ആണോ അതോ 10ൽ 10 ആണോ എന്നൊക്കെ അറിയുന്നത്. ഇടയ്ക്കൊരു ടെസ്റ്റ് പേപ്പർ വരണം. അപ്പോൾ എൻ്റെ ഈ ടാരോ റീഡിൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാഷനാണ്. ഇതൊരു ബിസിനസ് അല്ല, യാതൊന്നുമല്ല, എൻ്റെ ഒരു പാഷനാണ്. ഒരിക്കലും ഞാൻ ടാരോ റീഡ് സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഒരിക്കലും ഞാൻ ടാരോ റീഡ് ഞാൻ പേയ്മെൻറ്റിൽ ഞാൻ ചെയ്യുന്നതല്ല. പിന്നെ യൂട്യൂബിൽ ചെയ്യുന്നത് അത് ഈ ഇതേണക്കുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ചെയ്തെങ്കിൽ മാത്രമേ ലോകം അറിയുള്ളൂ. അപ്പം ഇതെൻ്റെ ഒരു പാഷനാണ്. അത് കാരണം വലിയ ടാരോ റീഡറുമായിട്ടൊക്കെ എനിക്ക് മത്സരിക്കാനൊന്നും എനിക്ക് ശക്തിയില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ഇൻറ്റ്യൂഷനാണ് പറയുന്നത്, സത്യമാകണമെന്നില്ല. ടാരോ റീഡേഴ്സ് വന്നിട്ടാണ് എനിക്കിങ്ങനെ കമൻ്റ് അയച്ച് എന്നെ ഇത് കണക്ക് ടെസ്റ്റ് പേപ്പർ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ 72% ആൾക്കാർ കാണുന്നുണ്ട്. വെറും 22% പേരെ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും, യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വ്യൂവേഴ്സിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ.